ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലുള്ള ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. പലതരത്തിലുള്ള ഡേറ്റും ടൈമിൻ്റെ ഫോർമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ മൺഡേ 26 ഏപ്രിൽ 21 എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് ആൻഡ് ടൈം അവിടെ ഇൻസേർട്ട് ആവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ ഒരു ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ 27 ആയി മാറിയിരിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഡേറ്റ് എന്നും അതേ തന്നെ കാണിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് ഡേറ്റുകൾ ചേഞ്ച് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ അവിടെ നിന്ന് ഇൻസേർട്ട് ടാബിൽ പോയി മൺഡേ 26 ഏപ്രിൽ 2021 എന്നുള്ളത് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ആക്കി ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ഡേറ്റ് ചേഞ്ച് ആയിരിക്കും. ബട്ട് ഞാൻ വീണ്ടും അതേ ഡേറ്റ് തന്നെ ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അൺചെക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ് നാളെ 26 തന്നെ ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി എത്ര ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഡേറ്റിൽ ഒരു ചേഞ്ചസും വരികയില്ല. ബട്ട് ഈ ഡേറ്റ് എന്താണോ കറണ്ട് ഡേറ്റ് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് മാത്രമല്ല അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമുണ്ട്, പല ഫോർമാറ്റുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ ടൈം ഞാൻ ആഡ് ചെയ്യാണ്. അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഓപ്ഷനിലിട്ട് ഇന്നത്തെ ടൈം ആഡ് ചെയ്തു. 12:30:59 PM ആണ് കിടക്കുന്നത്. അത് എന്താണ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്കൻഡുകൾ മാറുന്ന കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തേ വരുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ടിക്ക് ഇല്ലാതെ വേണം ചെയ്യാൻ. അൺചെക്ക് ചെയ്യണം. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം. താങ്ക് യു.